ഇണങ്ങി നിൽക്കേണ്ടവർ പിണങ്ങുന്നത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. അപ്പൊ പ്രവാസി ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അവശത എന്ന് പറയുന്നത് ഈ കാരണം കൊണ്ട് കൂടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് അവർക്ക് സമയാസമയം എല്ലാ കാര്യങ്ങളും നടക്കാറില്ല. പിന്നൊരു കാരണം അവർ ജോലി കൂടുതൽ സമയം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ജോലി കൂടുതൽ സമയം ചെയ്യേണ്ടി വരുന്ന ആളുകളുണ്ട്. 8 മണിക്കൂർ തന്നെയാണോ എല്ലാവർക്കും ജോലി? അല്ലല്ലോ. അപ്പൊ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ സമയം ഒരേ ഏരിയയിൽ ഒരേ ജോലിയിൽ അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നത് അവർക്ക് മാനസിക സംഘർഷത്തിനും കാരണമാക്കുന്നുണ്ട്. അത് കാരണം ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനത്തിലും താറുമാറ് വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ആ വഴി ആലോചിക്കാം. പിന്നെ പ്രധാനമായും വരുന്നത് മിക്ക ആളുകൾക്കും രാത്രി അതിന്റെ യഥാർത്ഥ സമയത്ത് ഉറങ്ങാൻ പറ്റാറില്ല. ഗൾഫിലെ ഏറ്റവും വലിയ വിഷയമായി എനിക്ക് തോന്നിയത് അതാണ്. ഇനി ജോലി നേരത്തെ കഴിയുന്ന ആളാണെങ്കിൽ പോലും 10 മണിക്കൊക്കെ ഉറങ്ങുന്ന ആളുകൾ ഒരു 5% 10% ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ പ്രവാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ഗൾഫ് ഏരിയകളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നം അവർക്ക് രാത്രി വളരെ വൈകിയാണ് ഉറങ്ങേണ്ടി വരുന്നത് എന്നതാണ്. മാത്രമല്ല ഉറക്കിനോടടുത്ത സമയത്തായിരിക്കും അവർ ചിലപ്പോൾ ഫുഡും കഴിക്കുക. കാരണം നേരത്തെ പറഞ്ഞ ഗ്രോസറിയിലോ ബക്കാലയിലോ ഒക്കെ ജോലി ചെയ്യുന്നവർ ആണെങ്കിൽ വന്ന് അലക്കാനുള്ളത് ചിലപ്പോൾ അലക്കാനിട്ട് ഈ പറഞ്ഞതൊക്കെ ചെയ്ത് വന്ന് ഭക്ഷണം കഴിച്ചു. ആ സമയത്ത് തന്നെ ചിലപ്പോൾ ഉറക്കം വന്ന് ഉറങ്ങും. ചിലപ്പോൾ ആ സമയത്തൊക്കെ 1 മണിയോ 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ചില ആൾ സുബിവാൻ കൊടുക്കാൻ പേടിച്ചിട്ട് കല ആയി പോവുമെന്നൊക്കെ പേടിച്ചിട്ട് സുബി കഴിഞ്ഞിട്ട് അപ്പം തന്നെ കിടക്കുന്നവരുണ്ട്. ചില ആൾ അങ്ങനെയാണ് അവരെ മെത്തേഡ്. അതും പ്രധാന വിഷയമാണ്. കാരണം സുബിഹ് ബാങ്ക് കഴിഞ്ഞാൽ സൂര്യോദയം വരെ ഉറങ്ങുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ കോടാലി വെക്കലാണ്. ഇവിടെ അതിനെന്താ ചെയ്യാൻ പറ്റാന്നൊന്നും എനിക്ക് അറിയില്ല. അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ സൂര്യോദയം വരെ രാത്രി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ ഒരാൾക്ക് പകൽ ഒരല്പം ഉറങ്ങാം, അത് പ്രശ്നമല്ല. നോർമലി ഉറങ്ങാൻ പാടില്ല, പകൽ ഉറങ്ങാൻ പറ്റൂല. തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് ഉറങ്ങേണ്ട സമയമുണ്ട്. പക്ഷേ ഗൾഫ് ജീവിതത്തിൽ തഹജ്ജുദ് അല്ലല്ലോ സബ്ജക്റ്റ്, ജോലിയല്ലേ വിഷയം. അപ്പൊ ജോലി ചെയ്ത് അവർ ക്ഷീണിച്ചു വന്നു, ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക് 2 മണിയോ 3 മണിയൊക്കെ ആവും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ സുബിഹ് ബാങ്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവരെങ്ങനെങ്കിലും ആ സമയം പിടിച്ചു നിൽക്കും. എന്നിട്ട് സുബിഹ് നിസ്കരിച്ച് ഉടനെ കിടന്നുറങ്ങും. അവരങ്ങനെ ആയിപ്പോയി. സ്വാഭാവികമായും ജീവിതത്തിലെ സർവ്വ ഇടങ്ങളിലെയും ബർക്കത്ത് നഷ്ടപ്പെടാൻ ആ ഒരൊറ്റ കാര്യം മതി. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നമ്മളെ കൂട്ടത്തിൽ പലരും ഡെവലപ്പ് ആവാത്തതും പലർക്കും പുരോഗതി കിട്ടാത്തതും നിർഭാഗ്യവശാൽ അവർ അള്ളാഹു ബർക്കത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഉറക്കിലായി പോവാണ്. മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കിതെങ്ങനെ തിരുത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു വിഷയം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഒരു ഘടനയിലായിപ്പോയി അവരുടെ ജീവിതം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാൽ പിന്നെ വൈകാരികതകൾ പലപ്പോഴും അടിച്ചമർത്തേണ്ടി വരുന്നു എന്നതും മാനസിക സംഘർഷം കൂടാനും ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളുടെ താളം തെറ്റാനും കാരണമാവുന്നുണ്ട്. ശരിയായ വികാര പ്രകടനം കൊണ്ട് വെച്ചാൽ ശരിയായ ദുഃഖം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, ശരിയായ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വൈകാരിക പ്രകടനം എന്ന് പറഞ്ഞാൽ എല്ലാം ക്രിയ നടക്കേണ്ടതല്ലേ. ഇതിൽ പലതും അതിന്റെ ശരിയായ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയാറില്ല. പിന്നെ എപ്പോഴും ജീവിതം ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നവരാണ് നമ്മളിൽ കൂടുതലും. ഇങ്ങനെ പല കാരണങ്ങളാൽ മനസ്സും ശരീരവും അതിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ ഇല്ലാണ്ടാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ബലഹീനത വരും, പ്രതിരോധ ശേഷി കുറയും. അപ്പൊ ഏത് രോഗങ്ങളും പിടികൂടാൻ ഒരുപക്ഷെ സാധ്യത ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു ലളിതമായ വിശദീകരണം, ചെറിയൊരു വിശദീകരണമാണ് ഞാൻ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന നിലക്ക് ചെയ്യാൻ പറ്റുന്നത് അഹ്ലു ദിക്റിൽ നമുക്ക് പെടാനൊന്നും ഒരുപക്ഷെ പറ്റിയെന്ന് വരൂല. നമുക്ക് എപ്പോഴും ദാക്കിര്യങ്ങളായി ജീവിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഈ നിസ്കാരശേഷമുള്ള ദിക്റുകൾ, തസ്ബീഹ്. ഇപ്പൊ തസ്ബീഹ് എന്തുമാത്രം മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ്. സബ്ബഹ ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ. ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വവും അള്ളാഹുവിൽ തസ്ബീഹ് ചെല്ലുന്നു. എന്തിനു വേണ്ടിയാണ്? നിരന്തരം ഈ പ്രാപഞ്ചിക ഘടനകളിൽ നടക്കുന്ന ശുദ്ധീകരണത്തിന്റെ രഹസ്യം ഈ തസ്ബീഹാണ്. ശുദ്ധീകരണം. ഇപ്പം പൊല്യൂഷൻ എന്ന് കേട്ടില്ലേ? പൊല്യൂഷൻ. നമ്മള് പ്രതിവർഷം നമ്മുടെ രാജ്യത്ത്, ഇവിടുത്തെ എനിക്ക് കണക്കല്ല, പ്രതിവർഷം 3 കോടിയിലധികം ആളുകളാണ് ശ്വാസകോശ സംബന്ധമായ മാരക രോഗങ്ങൾ പിടികൂടുന്നത്. അതിന്റെ ഒരു കാരണം എയർ പൊല്യൂഷനാണ്, വായു മലിനീകരണം. നമ്മൾ ശ്വസിക്കുന്ന വായുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ടോക്സിനുകളുണ്ട്, വിഷങ്ങളുണ്ട്. ഇത് ശ്വസിക്കേണ്ടി വരുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. പക്ഷെ ശരിയായ രൂപത്തിൽ ഒരാൾ തസ്ബീഹ് നിർവഹിക്കുകയാണെങ്കിൽ, ശരിയായ രൂപത്തിൽ ഒരാൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുകയാണെങ്കിൽ നിരന്തരം അയാളുടെ ശരീരത്തിൽ അള്ളാഹു അവന്റെ പരിശുദ്ധി കൊണ്ട് ശുദ്ധീകരണം സാധ്യമാക്കി തരും. തസ്ബീഹ് എന്നുള്ളത്
അവരവർക്കുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ചികിത്സയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ സോറിയാസിസ് ഒക്കെ ചികിത്സിക്കും. നമ്മൾ സോറിയാസിസ് ചികിത്സിക്കുന്ന സമയത്ത് ഞാൻ ആ രോഗികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ തസ്ബീഹ് നിർബന്ധമാക്കണം. ചികിത്സന്റെ ഭാഗമായിട്ട് തസ്ബീഹ് കൊടുക്കും. ഇപ്പൊ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. ഇപ്പൊ സ്ഥിരമായ ചൊറി, ചൊറിച്ചല്, ചിരങ്ങ്, വട്ടച്ചൊറി, ഈ ചൊറികളുള്ളവർ, രക്തദൂഷ്യ രോഗമുള്ളവർ തസ്ബീഹ് രോഗം ശിഫയാവണം എന്ന് ആഗ്രഹിച്ച് തന്നെ ചൊല്ലുകയാണെങ്കിൽ അതിന്റെ ഭൗതിക മരുന്നിന്റെ എഫക്റ്റ് വേഗത്തിലാവും. ഇപ്പൊ നമ്മൾ ഭൗതികമായ മരുന്ന് ഉപയോഗിക്കുമല്ലോ, എന്തായാലും ഓയിൻമെന്റോ മെഡിസിനോ ഒക്കെ ഉപയോഗിക്കും. അപ്പൊ പ്രവാചക വൈദ്യശാസ്ത്രത്തിലും സോറിയാസിസിന് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്, ഹിജാമ കൊടുക്കാറുണ്ട്. അതേ കൂട്ടത്തിൽ തന്നെ എന്തു ചെയ്യാറുണ്ട്, തസ്ബീഹ് അവർക്ക് നിർണയിക്കും. അപ്പൊ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ അതിനായിട്ടൊന്നും ഒരുങ്ങിയിരിക്കാനൊന്നും പറ്റൂലെങ്കിലും ഒരു 33 തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമായി തോന്നും. നമ്മളെ സ്നേഹിക്കുന്നോണ്ടല്ലേ ഇവിടെ വന്നത്, ആണല്ലോ. ഞാൻ എൻ്റെ കുടുംബം റാഹത്തായി മുന്നോട്ട് പോകണം എന്ന് കരുതിയിട്ടല്ലേ ഇവിടെ വന്നത്. അല്ലാണ്ട് ഇവിടുത്തെ സൂക്ക് നന്നാക്കണം, ഞാൻ പോയിട്ടില്ലെങ്കിൽ അതെല്ലാം ഇടങ്ങേറായി പോകും, അങ്ങനെ കരുതിയിട്ട് ആർക്കും ദുബൈയിൽ വന്നിട്ടുണ്ടാ? ഇമറാത്തിൽ ഇപ്പൊ നമ്മൾ എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും അവരവസ്ഥ? അവിടെ പച്ചക്കറി കച്ചവടം ആര് നടത്തും, അവരെ മീൻ കച്ചവടം ആര് നടത്തും? അങ്ങനെ ആരെങ്കിലും ഗൾഫിൽ വന്നിട്ടുണ്ടാ? ഇല്ലല്ലോ. അവനവന്റെ കാര്യവും കുടുംബത്തിന്റെ കാര്യവും തന്നെയല്ലേ ഇവിടുത്തെ മാറ്റർ അല്ലേ? അവനവന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം ഏതാണ്? അവനവന്റെ നിലനിൽപ്പ് തന്നെയല്ലേ? അപ്പോ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ വന്നത് നമുക്കെന്ത് കിട്ടും, എൻ്റെ കുടുംബത്തെ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് തന്നെയല്ലേ? അവിടെ നമ്മൾ ബുദ്ധിപൂർവം നമ്മളെ നിലനിർത്താൻ കൂ അംഫുസക്കും വഅഹ്ലീകും നാറ. ഇമാം അബൂ നുഐം എന്നു പേരുള്ള ഇമാം അബൂ നുഐമുൽ ഇസ്ഫഹാനി എന്നു പേരുള്ള ഇസ്ലാമിക ലോകത്തെ വലിയൊരു ഹദീസ് പണ്ഡിതനുണ്ട്. ഇമാം അബൂ നുഐമുൽ ഇസ്ഫഹാനി റഹിമഹുല്ലാഹ് സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ലോക പ്രശസ്ത പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹം അത്തിബുൻ നബവി എന്ന കിതാബ് എഴുതിയിട്ടുണ്ട്. അത്തിബുൻ നബവി എന്ന പേരിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. അത് താല്പര്യപൂർവ്വം വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കൂടിയാണ് മഹാനായ ശൈഖുന പി കെ ഉസ്താദ് നമ്മൾ ഇവിടെ പറഞ്ഞു. എൻ്റെ അടുത്ത് ആ കിതാബ് ഉള്ളത് അദ്ദേഹം അറിയുകയും അത് വാങ്ങുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിക്കുകയും അത് വായിക്കുന്ന കാര്യം എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും പ്രഗത്ഭരായ പണ്ഡിതരൊക്കെ അത് നോക്കണമെങ്കിൽ അത്രയും അംഗീകാരമുള്ള പണ്ഡിതനാണ് ഇമാം അബൂ നുഐമുൽ ഇസ്ഫഹാനി റഹ്മത്തുള്ളാഹി തങ്ങൾ. നമ്മൾ തിബ്ബുൻ നബവി എന്ന് കേൾക്കുമ്പോൾ ആകെ നമുക്ക് ഇബ്നുൽ ഖയ്യിമിന്റെ പേര് ഓർമ്മയുള്ളൂ അല്ലേ? കൂടുതൽ ആളുകളും ആകെ ഇബ്നുൽ ഖയ്യിം അല്ലേ പറയാറുള്ളൂ. അങ്ങനെയല്ല, ആയിരക്കണക്കിന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ തിബ്ബുൻ നബവി എന്ന് പറഞ്ഞിട്ട് തന്നെ കിതാബ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെ കിതാബുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് അതിന്റെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളുണ്ട്. അപ്പം ഇമാം അവർകള് ഇമാം അബൂ നുഐമുൽ ഇസ്ഫഹാനി റഹ്മത്തുള്ളാഹി തങ്ങൾ നീ സൂക്ഷിക്കണം, അംഫുസക്കും നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ശരീരത്തെ, നാറൻ എന്നത് മാത്രം ചേർത്തി പറഞ്ഞു. മെയിൻലി കോസ് ഓഫ് ഡിസീസ്, പ്രധാനമായും രോഗം എന്ന് പറയുന്നത് അഗ്നി വർദ്ധിക്കലാണ് ശരീരത്തിൽ. ഞാനൊരു പ്രധാന പോയിന്റ് കൂടി പറഞ്ഞുതരാം. ഈ നമ്മുടെ ശരീരത്തിൽ അഗ്നി വർദ്ധിക്കലാണ് പ്രധാനമായും രോഗം. മനസ്സിലായിട്ടില്ല? ചൂട് വർദ്ധിക്കലാണ് രോഗം, ടെമ്പറേച്ചർ കൂടുതലാണ് രോഗം. അതായത് ഹറാറത്തിന്റെ സിയാദ. മനസ്സിലായോ? അപ്പോൾ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൽ എന്താ രോഗം എന്ന് വെച്ചാൽ അഗ്നിയുടെ വർധനവാണ്. ആയുർവേദത്തിൽ അഗ്നി പ്രധാന ഘടകമാണ്. ദൈവിക പരിവേഷമുള്ള ശരീരശുദ്ധിക്കും ദേഹശുദ്ധിക്കും സഹായിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഏത്? ആയുർവേദത്തിൽ അഗ്നി. പക്ഷെ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൽ അഗ്നി പിശാചിൻ്റെതാണ്. പിശാചിന്റെ ജുസ് അതിൽ നിന്നാണ്. ഏതിൽ നിന്ന്? അഗ്നിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി തങ്ങളെ പോലുള്ള ആളുകൾ എന്തു പറഞ്ഞത്? മനുഷ്യന്റെ ജന്മത്തിൽ 4 അനാസിറുൽ അർബഅ, അനാസിറുൽ സലാസ അങ്ങനെയുണ്ട്. യുനാനി വൈദ്യശാസ്ത്രത്തിൽ അനാസിറുൽ അർബ ഉണ്ട് യുനാനിയിൽ. അതായത് ഗ്രീക്കുകാരുടെ ചികിത്സാ രീതിയാണ് യുനാനി ചികിത്സ. ഇസ്ലാമിക ലോകത്തെ ചികിത്സ എന്ന് പറയുന്നത് തിബ്ബുൻ നബവിയാണ്. അതിൽ അനാസിറുൽ സലാസയേ ഉള്ളൂ. 3 ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. 3 ഘടകങ്ങൾ: വായു, വെള്ളം, മണ്ണ്. വായു, വെള്ളം, മണ്ണ്. പക്ഷെ ഇത് വെറും കളിമണ്ണല്ല. ഈ മണ്ണിലും ഈ വായുവിലും ഈ വെള്ളത്തിലും ഒരു പ്രത്യേക നൂറ് കൂടി ഉണ്ടായിരുന്നു. നൂറുണ്ടായിരുന്നു. കേവലം മണ്ണുകൊണ്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. നൂറ് കലർന്ന പ്രകാശം കലർന്ന വകുല്ലു ഷൈഇൻ മിൻ നൂരി, പ്രകാശം കലർന്ന മണ്ണ് കൊണ്ടും പ്രകാശം കലർന്ന വെള്ളം കൊണ്ടും പ്രകാശം കലർന്ന വായുവും കൂട്ടിയാണ് മനുഷ്യനെ അള്ളാഹു പടച്ചത്. ഈ പ്രകാശത്തിന്റെ സാന്നിധ്യം ഒരാളിൽ നിന്ന് കമ്മിയാകുമ്പോൾ അവിടെ ഇരുട്ട് കടന്നു കയറും. അൽ മറന്നു ദുൽബത്തുൻ, രോഗം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അപ്പം ഒരാൾ രോഗിയാവുന്നത് അയാളുടെ ശരീരത്തിൽ ഇരുട്ട് കടന്നു കയറലാണ്. അപ്പൊ ഇരുട്ടിനെ നീക്കലാണ് രോഗത്തെ നീക്കുക.
അപ്പൊ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൽ മരുന്ന് ഔഷധ നിർമ്മാണ ശാസ്ത്രത്തെ വിളിക്കുന്ന പേര് ബയോഫോട്ടോ ഫാർമക്കോളജി എന്നാണ്. ബയോഫോട്ടോ ഫാർമക്കോളജി എന്നാണ്. സാധാരണ ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ മരുന്ന് ഉണ്ടാക്കുന്ന സയൻസിനെയാണ്, ശാസ്ത്രത്തെയാണ് എന്ത് വിളിക്കുക? ഫാർമക്കോളജി എന്ന് വിളിക്കുക. ഫാർമസി എന്ന് കേട്ടിട്ടില്ലേ? ഫാർമസിസ്റ്റ് എന്നെല്ലാം കേട്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഫാർമക്കോളജി ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലെ നബി വൈദ്യശാസ്ത്രത്തിലെ ഫാർമക്കോളജിയുടെ പ്രത്യേകത ബയോഫോട്ടോ ഫാർമക്കോളജി. ഒരു വസ്തു, ഒരു ചെടിയിൽ നിന്ന്, ഇപ്പൊ തേനാണോ ശിഫ? അല്ല, തേനിൽ അള്ളാഹു ശിഫ വെച്ചിട്ടുണ്ട്. തേനിലെ ജലത്തിലാണ് ശിഫ ഉള്ളത്. തേനിലെ ജലത്തിലാണ് ശിഫയുള്ളത്. ഫീഹി, ഏതിൽ? തേനിലുള്ളതിൽ ശിഫാഉൻ, ശിഫയുണ്ട്. അപ്പൊ ബയോഫോട്ടോൺസുകൾ. അപ്പൊ മനുഷ്യന്റെ രോഗത്തെ മാറ്റുന്നത് പ്രകാശകിരണങ്ങളാണ്. അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ്ദുലുമാതി ഇലന്നൂർ. രോഗി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ്ദുലുമാതി ഇലന്നൂർ. എന്റെ ശരീരത്തിൽ ഇരുട്ട് ഇറങ്ങിപ്പോണം, പ്രകാശം. ഇബ്നു സീന അദ്ദേഹത്തിന്റെ ചികിത്സയുടെ അവസാന കാലഘട്ടത്തിൽ രോഗിനെ ഇങ്ങനെ ടേബിളിൽ കിടത്തും. എന്നിട്ട് നാറ് പോവട്ടെ നൂറ് വരട്ടെ എന്ന് ആ രോഗിനെ നോക്കി പറയൂ. അത്രേ. മനസ്സിലായിട്ടില്ല? ഞാൻ നേരത്തെ പറഞ്ഞ ചൂടാണ് രോഗം എന്ന് പറഞ്ഞില്ലേ? തീയാണ് രോഗം എന്ന് പറഞ്ഞില്ലേ? തീയിൽ നിന്നാണ് രോഗം എന്ന് പറഞ്ഞില്ലേ? ഈ തീയുടെ സ്വാധീനം കുറയുന്ന മാസമാണ് ഷഹ്റു റമളാൻ. തീയിന്റെ സ്വാധീനം കുറയുന്ന മാസമാണ് ഇത് ഷഹ്റു റമളാൻ. തീയിന്റെ സ്വാധീനം ജനങ്ങൾ എത്തിക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് മനുഷ്യനിൽ ഇടപെടാനുള്ള സ്വാധീനം കുറയുന്ന സമയമാണ് റമളാൻ. പിശാചിനെ ചങ്ങലക്കെടുക്കും എന്ന് പറഞ്ഞില്ലേ? പിശാച് മനുഷ്യനെ ഏറ്റവും വഴിപിഴക്കുന്നത് വയറിൽ പിടിച്ചിട്ട് തന്നെയാണ്. പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് വയറിലൂടെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ നിങ്ങൾക്ക് തളർത്തണമെങ്കിൽ തീറ്റിച്ചാൽ മതിയെന്ന്. പിശാച് നമ്മളെ പഴപ്പിക്കലും തീറ്റിച്ചിട്ടാണ്. തിന്നാനിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് നല്ലോണം തിന്നിപ്പിക്കും, ഗഫലത്തെ ആക്റ്റീവ് ആക്കും. ഈ ഗഫലത്ത് എന്നതൊരു രോഗമാണ്. വലാ തകും മിനൽ ഗാഫിലീൻ എന്ന് ഖുർആനിലുണ്ട്. നിങ്ങൾ ഗാഫിലീങ്ങളിൽ പെട്ടുപോകരുത്. കാരണം നിങ്ങളിൽ ഗഫലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ഗുണമുള്ളവരായിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പം പിശാചിന്റെ ശ്രദ്ധ എന്തിനാണെന്നറിയോ? നമ്മളെ ഗഫലത്ത് ഉള്ളവരാക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ഗഫലത്ത് എന്ന രോഗം വരുന്നത് വയറ് നിറയലിലൂടെയാണ്. അപ്പൊ ഗഫലത്ത് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയും. ശ്രദ്ധയില്ലായ്മ. അതോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്തെങ്കിലും സംഭവിച്ചാൽ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി എന്ന് പറയുന്നിട്ടില്ലേ? ഓക്കെ. അപ്പം അഗ്നി വർദ്ധിക്കലാണ് രോഗം, ചൂട് വർദ്ധിക്കലാണ് രോഗം. അതുകൊണ്ടാണ് നിങ്ങൾ മാംസം കൂടുതൽ കഴിക്കരുത് എന്ന് പറഞ്ഞത്. കൂടുതലായി മാംസം കഴിക്കുന്നവരുടെ ശരീരത്തിൽ എപ്പോൾ ചൂടുണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് ഇറച്ചി കഴിക്കേണ്ടി വന്നു എന്ന് വെക്കുക. നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതൊരു ഉഷ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, അള്ളാഹിന്റെ കോപം നിങ്ങളുടെ ശരീരത്തിൽ ഇറങ്ങുന്നതാണ്. അള്ളാഹുവിന്റെ കോപം ഇറങ്ങും. ഞാൻ ഹദീസിന്റെ വചനം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരുമായിരുന്നു. അതേസമയം ലഹുമ എന്നുള്ളത് സയ്യിദു ത്വാമാണ്, ഭക്ഷണത്തിലെ രാജാവാണ് ലഹുമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണാൻ പറ്റാത്ത ആളെയല്ലേ രാജാവ് എന്ന് വിളിക്കുക. മനസ്സിലായില്ല? വല്ലപ്പോഴും തിരുമുൾക്കാഴ്ച എന്ന് പറഞ്ഞിട്ട് കാണേണ്ട ആളല്ലേ രാജാവുള്ളൂ. അപ്പൊ സയ്യിദു ത്വാമി അഹ്ലു ദുന്യ വഅഹ്ലുൽ ജന്ന, സ്വർഗത്തിലും ഭൂമിയിലും ഭക്ഷണത്തിലെ രാജാവ് ലഹുമാണ്. കാരണം ലഹുമിനോട് ഒരുപാട് ഗുണം കിട്ടും, ധൈര്യം കിട്ടും, മസിൽ പവർ കിട്ടും, അസ്ഥിക്ക് പവർ കിട്ടും. ഇനി ഇത് പറഞ്ഞുകൊണ്ട് ദിവസം കൂട്ടാനല്ല ഈ പറയുന്നത്, കാര്യങ്ങൾ പറഞ്ഞു തരാണ്. പ്രത്യേകിച്ച് എല്ല് കൂടി ചേർന്ന മാംസമാണ് കഴിക്കുന്നത്, സൂപ്പറാണ്, മനസ്സിലാക്കണം. ഇപ്പോൾ മുമ്പ് യുനാനിയിൽ ഒരു മരുന്നുണ്ടായി, മാവുല്ലഹം. ഈ അസ്ഥി സംബന്ധമായ രോഗവും നടുവേദനയും എല്ല് തളർച്ചയിലുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് മാവുല്ലഹം. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നില്ല, റൂഹഫ്സ എന്ന് പറഞ്ഞിട്ട് യുനാനി കമ്പനി ഇറക്കുന്ന ഒരു മരുന്ന്. റൂഹഫ്സ റമദാനിൽ ഏറ്റവും കൂടുതൽ ഇടയെല്ലാം വിൽക്കപ്പെടുന്ന റൂഹഫ്സ, പൂക്കളിൽ നിന്നുണ്ടാക്കുന്ന പൂക്കളും തേനൊക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ലൊരു ഔഷധമാണ്. റൂഹഫ്സ എന്ന് പറയുന്നതിൽ ഒരുപാട് പൂക്കളുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. കാരണം തിബ്ബുൻ നബവിയുടെ ഒരുപാട് ആചാര്യന്മാർ പാകിസ്ഥാനിലുള്ളത്, തിബ്ബുൻ നബിയുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പാകിസ്ഥാനിലുള്ളത്, ഉറുദു ഭാഷയിലുള്ളത്. അറബിയിലുണ്ട്, പക്ഷെ കൂടുതലും ഉറുദു ഭാഷയിലുള്ളത്. ഇന്ത്യ വിഭജന കാലത്ത് തിബ്ബുൻ നബർ എന്ന വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ പാകിസ്ഥാൻ ഏരിയയിലായിപ്പോയി. അതിന് ചരിത്രമുണ്ട് ഇതിൻ്റെ വിഷയത്തിൽ. ഓക്കെ, സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ചൂടിൻ്റെ വർധനവ് രോഗമാണ്. ചൂട് രണ്ട് കാരണത്താൽ വരും. ഒന്ന് ഈ വേജാറ് കൊണ്ട് ശരീരം ചൂടാവും, മറ്റൊന്ന് വയറ് നിറയൽ കൊണ്ട് ശരീരം ചൂടാവും, പിന്നെ വെള്ളം കുടി കുറയൽ കൊണ്ട് ശരീരം ചൂടാവും, പിന്നെ മാംസം അധികമായി കഴിക്കൽ കൊണ്ട് ശരീരം ചൂടാവും. ഈത്തപ്പഴം വളരെ നല്ല ഭക്ഷണമാണ്, പ്രത്യേകിച്ചും അറബ് നാട്ടിലെ നല്ലൊരു ഭക്ഷണമാണ് ഈത്തപ്പഴം. പക്ഷേ ഈത്തപ്പഴം മാത്രം കഴിക്കരുത്. ഈത്തപ്പഴം കഴിക്കുമ്പം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഈത്തപ്പഴം കഴിക്കുമ്പം അതിൻ്റെ കൂടെ കുക്കുംബർ കഴിക്കണം, എന്താ പറയുക, കക്കിരി കഴിക്കണം. നമ്മൾ ഈത്തപ്പഴം മാത്രം കഴിക്കുന്നതുകൊണ്ടാണ് പ്രശ്നമാകുന്നത്. ഈത്തപ്പഴം വളരെ നല്ല ഭക്ഷണമാണ്.
ഹാർട്ടിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും, മസ്തിഷ്കത്തെ പ്രൊട്ടക്ട് ചെയ്യും, ഓർമ്മശക്തിയെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും, ഓർമ്മശക്തിയെ നന്നായിട്ട് ഉണർത്തും, എല്ലുകൾക്ക് നല്ല ശക്തി നൽകും. ഇമാം അലി റളിയല്ലാഹു തആല പറഞ്ഞ ദിവസം ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കണം നിങ്ങൾ എന്നാണ്. ഒരു അജുവയെങ്കിലും നിങ്ങൾ ദിനേന കഴിക്കണമെന്നാണ് അലി റളിയല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. കാരണം ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വൈദ്യശാസ്ത്രം അറിയുന്ന ഖുലഫാഉർ റാഷിദുകളിലെ പ്രധാനി ഇമാം അലി റളിയല്ലാഹു തആല ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ പ്രവാസികളായതുകൊണ്ട് നിങ്ങൾ ഈത്തപ്പഴം എന്ത് വന്നാലും ഉപയോഗിക്കണം. നിങ്ങളിൽ പലരും നോമ്പിന് തന്നെ ഒന്നായിട്ട് എടുത്തങ്കായി. നിങ്ങൾ ശരിക്കും ഓർമ്മിച്ചോക്കെ, നോമ്പിൽ വേറെന്തെല്ലോ ഫ്രൂട്ട്സ് ഇങ്ങനെ കലർപ്പിൽ മുറിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈത്തപ്പഴം പകുതിയെല്ലാം കഴിച്ചിട്ട് മുറിക്കുന്നുണ്ട്. ആ സുന്നത്ത ചെറുങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ. ഞാൻ പറഞ്ഞത് ഇമാം ഹാഫിദ് അബൂ നുഐമിന്റെ കൂനാറൻ, അതിൽ നിന്നാണ് വന്നത്. എന്റെ വിഷയം ചൂടിലേക്ക് എത്തിയത് എവിടുന്നാണ്? കൂനാറൻ, തീയെ സൂക്ഷിക്കുക. അൽ ഹാഫിദ് ഇമാം അബൂ നുഐം ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞൊരു ഫോർമുലയാണ്. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞ ഫോർമുല ഏതാണ്? കൂനാറൻ, തീയിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ അഗ്നി എത്താതെ നിങ്ങൾ സൂക്ഷിക്കുക. അംഫുസക്കും അഹ്ലീക്കും നാറ, കൂനാറൻ. അത് പണ്ഡിതന്മാർ അങ്ങനെയാണ്. അവർക്ക് അവരുടേതായ ഇൽമ ഏത് ദുനിയാണോ ഇനി അവരുടെ മഹാന്മാരായ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുത്താണെന്നല്ല, പക്ഷെ അവർ എഴുതി വെച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. കൂനാറൻ, നാരിയായ ജുസ് മനുഷ്യൻ എപ്പോഴും ഇടങ്ങേറാണ്. നാരിയായ ജുസ് മനുഷ്യൻ എപ്പോഴും ഇടങ്ങേറാണ്. ആ അതിന്റെ സ്വാധീനമാണ് നമ്മെ രോഗിയാക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മൾ ചൊല്ലുന്നത്. ഞാൻ നേരത്തെ തസ്ബീഹ് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടുത്തെ ഭക്ഷണത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്ന് ഈത്തപ്പഴം കഴിക്കുക, പിന്നെ ഒലീവിന്റെ കായ കഴിക്കുക. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതല്ലേ അല്ലേ? നാട്ടിലേക്ക് വാങ്ങിക്കൊടുത്തേക്കും, അത് കുറേ ദിവസം അൾമറിയിൽ വെക്കും, പിന്നെ ആർക്കും തിരിയാണ്ട് എടുത്ത് കളയും. നിങ്ങൾ ഒലീവ് ഓയിൽ ഉപയോഗിക്കലുണ്ടോ? ഇല്ല. ഇതും പറഞ്ഞെടുക്കാൻ നാട്ടിലേക്ക് കൊടുത്തേക്കും, മൂപ്പത്തിക്കൊന്നും തിരിയാണ്ട് അത് വയ്യത്തി ആടും. ഡെയിലി 5 മില്ലി ഒലീവിന്റെ എണ്ണ ഉപയോഗിക്കുന്നവർക്ക് പിന്നെ നാഡീപരമായ രോഗം വരൂലല്ലോ. മനസ്സിലായില്ല? 5 മില്ലി ആഴ്ചയിൽ 5 ദിവസം തുടർച്ചയായിട്ട് കുടിക്കുക. 2 ദിവസം ഗ്യാപ്പിട്ടാൽ മതി. കാരണം മനുഷ്യ ശരീരത്തിൽ ആഴ്ചയിൽ 5 ദിവസം ഉള്ളിലേക്ക് എണ്ണ എത്താം, 2 ദിവസം എണ്ണ പുറത്തും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘട്ടം. ഉപ്പിലിടാത്തോണ്ട് ഉപ്പായിട്ട് കഴിക്കണം. അല്ല, ഞാൻ അങ്ങനെയല്ല, എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഉപ്പായിട്ട് കഴിക്കുക, ഉപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം. ഒലീവ് കായ ഡെയിലി രാവിലെ ഒരു 5 എണ്ണം കഴിക്കുന്നവർക്ക് രക്തസമ്മർദ്ദ രോഗം വരാൻ സാധ്യത വളരെ കുറയും. ബ്ലഡ് പ്രഷറിന്റെ കംപ്ലൈന്റ് വരാൻ സാധ്യത വളരെ കുറയും. ശരീരം കുഴഞ്ഞു പോകുന്ന സ്ട്രോക്കില്ലേ, പക്ഷാഘാത രോഗം വരാൻ സാധ്യത വളരെ കുറയും. 5 മില്ലി അളവുണ്ട്. നമ്മളൊരു പ്രശ്നം നല്ലതാന്ന് കേട്ട അങ്ങനെ കുടിച്ചാൽ നമ്മൾ ചില ആളല്ലോ ഇത് നല്ലതാണ്, ഷുഗറിന് നല്ലതാണ്, അങ്ങനെ വാരിത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ലത് കൂടുതൽ കഴിക്കുന്നതാണ് വേഗത്തിൽ രോഗികളാക്കുക. മനസ്സിലായിട്ടില്ല? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ എനർജി കെട്ടിക്കിടക്കുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മളൊക്കെ രോഗികളാകുന്നത് എനർജി കെട്ടിക്കിടക്കുന്നു. ഇത് ചെലവാകുന്നില്ല. മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? മനസ്സിലായില്ല. നമ്മൾ ഊർജം കിട്ടുന്ന, ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഇപ്പൊ റെഡ് ബുൾ എല്ലാം കേട്ടില്ല? റെഡ് ബുള് ഹെവി ഡ്രൈവിംഗ് എല്ലാം ചെയ്ത് മണിക്കൂറുകളും ഉറങ്ങാണ്ട് ഓടിക്കേണ്ട ഒരാൾ ഇത് കുടിക്കുന്ന, ഞാൻ അതിന്റെ ആരോഗ്യവശത്തിലേക്ക് പോകുന്നില്ല. ചിലപ്പോൾ കച്ചവടം ചെയ്യുന്ന ആളിന് ഓർക്കൊരു വിഷമമുണ്ട്. പോട്ടെ, എന്തോ ആട്ടെ, ഓനിക്ക് ഉറക്കം കിട്ടാണ്ടിരിക്കാൻ വേണ്ടി കുടിക്കുന്നത്, വെറുതെ ഓഫീസിൽ നിന്ന് പണിയെടുത്ത് വന്നിട്ട് റെഡ് ബുൾ നല്ല ഉഷാറാവുന്നിട്ട് കുടിച്ചാൽ എന്താവും അയാളുടെ അവസ്ഥ? വെറുതെ ഇങ്ങനെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ കമ്പ്യൂട്ടർ ഇങ്ങനെ വിരലെന്നെ ആണെങ്കിൽ കിട്ടുന്ന ഭാഗ്യമാണ്. അപ്പൊ അത് ജോലി ഇല്ലല്ലോ, നല്ല തന്നെ, കാരണം അത്രയും ലളിതമായ ജോലി കിട്ടിയല്ലോ. അപ്പം ഇവർ ഈ റെഡ് ബുൾ കുടിച്ചാൽ എന്താവും? അടിച്ചുപോലെ. ഇത് നമ്മളിൽ പലരും അടിച്ചു പോകുന്നത് ഓവർ ലോഡ് കറണ്ട് ഹാർട്ടിൽ എത്തുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ എല്ലാ സദസ്സിലും പറയുന്നുണ്ട്, ഈ നമ്മൾ ഈ ബൾബ് ഫ്യൂസ് ആവണമെങ്കിൽ കറണ്ട് ഇല്ലാണ്ടൊക്കെയാണോ വേണ്ടത്? ഉണ്ടെന്നില്ല, ഒന്നും ഉണ്ടെന്നില്ല. എവിടെ ബൾബ് അടിക്കാൻ എന്നിട്ട് സംഭവമില്ലേ, എന്താ പറയാ, ഫീസ് അടിക്കാം. അത് കറണ്ട് കുറേ ആവാണ്ട് കുറഞ്ഞിട്ട് വോൾട്ടേജ് അയവാ. അപ്പൊ നമ്മളിൽ പലർക്കും ഫീസ് അടിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് സമ്മതിക്ക്, അതിനായി പറഞ്ഞത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളിൽ പലർക്കും തളർച്ചയും ഇതെല്ലാം വരുന്നത് ഓവർലോഡ് കറണ്ടാണ് കയറ്റി വിടുന്നത്. ഇത് ശരീരത്തിന് താങ്ങാൻ പറ്റണ്ടേ? കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ, ആടെ നിന്ന് ഇറങ്ങി കാറിൽ, പിന്നെ കയറി ഓഫീസിൽ. പിന്നെ ചില ആളെല്ലാം നടക്കൽ പായിരാക്കാൻ, ഡോക്ടർ നടക്കാൻ പറ്റും,
ഷക്കീർ തന്നെ എൻ്റെ സുഹൃത്താണ്, ബാക്കിൽ ഇരിക്കുന്നുണ്ട്. നല്ലൊരു ഹിജാബ തെറാപ്പിസ്റ്റും നല്ല ചികിത്സകനാണ്. ട്രഡീഷണലായിട്ട് ഏകദേശം എല്ലാ ചികിത്സ അറിയുന്ന ഒരാളാണ്, എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ രസകരമായ കാര്യം, രസം രാത്രി ഇതുവരെ മൂപ്പറോടെ വരികയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ട ഇപ്പം നടക്കുന്നു, നടക്കാൻ പറഞ്ഞു എന്ന പേരിൽ ചില ആൾ എപ്പോഴാണ് നടക്കാം? അപ്പൊ അതിലൊക്കെ 1:30, 2 മണിക്ക്, 3 മണിക്കെല്ലാം ആ പാർക്കിലൊക്കെ അടിച്ചു ഓടുന്നുണ്ടോ, ഇങ്ങനെ ഓടുന്നു. അങ്ങനെയൊന്നും ഇത് ആക്റ്റീവ് ആവില്ല. ശരീരത്തിന്റെ ഒരു ഘടന ഉണ്ട് അള്ളാഹു തീരുമാനിച്ച്. അപ്പൊ ജഅൽനല്ലൈല ലിബാസൻ, രാത്രി വിശ്രമിക്കാനുള്ള സമയം തന്നെയാണ്. അതിൽ പിന്നെ നമ്മളായിട്ടൊരു മാറ്റം വരുത്തി ഓടാൻ പോയിട്ട് ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? പൊന്നഹാറമാശ, ആക്റ്റീവ് ആകേണ്ടതും സജീവമാകേണ്ടതും പകലാണ്. പകൽ ആക്റ്റീവ് ആകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ ചില ആളുകൾ അവരുടെ കച്ചവടം, അവരുടെ ജോലിയൊക്കെ രാത്രിയായി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരങ്ങനെ ആയി, അങ്ങനെ അതിൽ പെട്ടുപോയി. വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കുക. അള്ളാഹു തൗഫീക്കട്ടെ. ഇതായാലും അസ്ർ ബാങ്കിന്റെ സമയമായി തോന്നുന്നു അല്ലേ? അപ്പം ഞാൻ നിർത്തുവാണ്. അപ്പം ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ അല്ലേ? തസ്ബീഹ് പറഞ്ഞു കൊടുത്തല്ലോ. പിന്നെ അതിൽ പറഞ്ഞത് തസ്ബീഹാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം. അതായത് ഏതെന്ന് അല്ല, അതിനിപ്പോ ഞാൻ എന്ത് പരിഹാരം പറയാനാണ്? അങ്ങനെയാണ്. അടുപ്പിൽ കുക്ക് ചെയ്തത് അതാ ഉദ്ദേശിച്ചത്. അത് തന്നെയല്ലേ കഴിക്കുന്നത്? അല്ല, നമ്മൾ ഇതെല്ലാം ഞാൻ പറയാം, ഇതെല്ലാം നിർഭാഗ്യകരമായൊരു സാഹചര്യം എന്ന് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ മനസ്സ് വെച്ചാൽ ഇതെല്ലാം ഒഴിവാക്കാനും പറ്റും. ആ സമയത്ത് നമുക്ക് ഉച്ചഭക്ഷണം ഇപ്പോ വെജിറ്റബിൾ കട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് അല്ല, നല്ല ചോദ്യം അത്. എന്തായാലും ഏറ്റവും ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം പ്രഭാതത്തിലാണ്. ഒരാളുടെ ഭക്ഷണം, ശരീരത്തിന്റെ എനർജി കീപ്പ് ചെയ്യുന്ന, ഹാർട്ടും ബ്രെയിനും പ്രൊട്ടക്ട് ചെയ്യുന്ന ഭക്ഷണം പ്രഭാത ഭക്ഷണമാണ്. ചിലപ്പോൾ നമ്മൾ പറയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ബ്രെയിൻഫാസ്റ്റ്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. പ്രവാസി രോഗിയാവുന്നതിൽ ഒരു പ്രധാന വിഷയം ഈ സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അതിന് ഏറ്റവും സിമ്പിളാണ്. നമുക്കിപ്പോൾ ഈത്തപ്പഴം ഇവിടെ സുലഭമാണ്. ഈത്തപ്പഴവും നേന്ത്രപ്പഴം അതും കിട്ടും, ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈത്തപ്പഴവും ഏത്തപ്പഴവും വാങ്ങി വെക്കുക. ഞാൻ പറയാം, ആദ്യം നിങ്ങളെ തടി നോക്ക്, കുടുംബത്തെ പിന്നെ നോക്കി. കുടുംബക്കാരെ കേൾക്കാനില്ലല്ലോ. നിങ്ങൾ നാട്ടിലേക്ക് പൈസ അയക്കുന്ന കുറച്ചോ ഒരു പ്രശ്നമില്ല. നിങ്ങളെ നോക്ക്. നിങ്ങൾ ആഫിയത്തോടെ നാട്ടിലെത്തിയാൽ പിന്നെ കുടുംബക്കാർക്ക് എത്ര ഗുണമുണ്ടെന്നറിയാം. നിങ്ങൾ ഇങ്ങോട്ട് ഇടക്കടി ആശുപത്രി പോകണോ? നിങ്ങളിപ്പോൾ ഇതെല്ലാം റിട്ടേൺ ആയിട്ട് പിന്നെ ഇപ്പൊ ഖത്തറിൽ അവിടെ KMCC രോഗം എന്തോ മരിച്ചാൽ ലക്ഷക്കണക്കിന് ഉറുപ്പിയെല്ലാം കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ നിനക്കറിയാം ഉണ്ട്. ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, അല്ല ഞാൻ പറയും, നമ്മളെന്തിനാ നാട്ടുകാർക്ക് ഭാരമാവുന്നത്? അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. അള്ളാഹു ആഫിയത്ത് തരട്ടെ. അതിൽ പ്രധാനമാണ് തസ്ബീഹ് കൊണ്ട് മറികടക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അത് 33 നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് സമയം കിട്ടുമെന്ന് എനിക്കറിയാം, പറഞ്ഞുതരാം, ഒന്ന് ഓർപ്പിക്കണേ പറഞ്ഞില്ലെങ്കിൽ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് ഈ പ്രഭാത ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം. ഇബ്നു സീനയുടെ ഒക്കെ 17ാമത്തെ വയസ്സിൽ തന്നെ ബ്രില്യൻ്റ് ആയിരുന്നു. മിറാക്കിളായിരുന്നു ഇബ്നു സീന. അപ്പൊ ഇബ്നു സീന ഇത്രയും വലിയൊരു ശാസ്ത്ര പ്രതിഭയുള്ള ആളായത് എങ്ങനെയെന്ന് കൗതുകത്തോടെ നോക്കിയപ്പോൾ അദ്ദേഹം ആകെ ഭക്ഷണം കഴിച്ചത് പ്രഭാതത്തിലാണ്. അത് തന്നെ പഴഭക്ഷണമാണ്. നിങ്ങൾ അത്താഴം, അള്ളാഹുവിന്റെ ഹബീബ് എന്തിനെ പരിശീലിപ്പിച്ച്, അത്താഴത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അത്താഴത്തിൽ ബർക്കത്തുണ്ട്. ഏത് ബർക്കത്ത്? അത്താഴത്തിലുള്ള ബർക്കത്ത് ചിന്തിക്കണം നമ്മൾ. നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത്, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. അപ്പൊ അത്താഴം പരിശീലിക്കുന്ന മാസം ഏതാണ്? റമദാൻ മാസമാണ്. ഞാൻ പല സ്റ്റേജിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം സുബഹിസ്കരിക്കുന്നതിന് മുമ്പ് ഈത്തപ്പഴവും നേന്ത്രപ്പഴവും ചായയും കുടിക്കും. ഞാൻ ഒരുപാട് സ്റ്റേജ് പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഏത് പ്രവാസിക്കും ഈസിയാണ്. ഈത്തപ്പഴയുടെ സുലഭമായി കിട്ടും. അത് സൂക്ഷിക്കുക. ഒരു 7 ഈത്തപ്പഴം ധൈര്യമായിട്ട് കഴിയും. ഉമർഖാദി പറഞ്ഞ 10 ഈത്തപ്പഴമാണ്. വെളിയങ്കോട് ഉമർഖാദി റഹ്മത്തുള്ളാഹി തങ്ങൾ 10 ഈത്തപ്പഴം ദിവസവും കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു നേന്ത്രപ്പഴം, ഒരു ഗ്ലാസ് പാലോ പറഞ്ഞത്. നല്ല ചോദ്യം. അടുത്ത ചോദ്യം സൂപ്പർ ചോദ്യം. ഡയബറ്റിക്. കാരണം വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തതും പഠിച്ചതും എത്രയോ ആയിരങ്ങളെ പ്രമേഹ രോഗത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോ പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കുക എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ഏറ്റവും പുതിയ വീഡിയോ പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കുക എന്നുള്ളതാണ്. പ്രമേഹ രോഗിക്ക് മധുരമല്ല പ്രശ്നം, ഭക്ഷണത്തിലെ കൊഴുപ്പ്, ബേക്കിംഗ് ഫുഡ്, പിന്നെ വിത്തൗട്ട് ടെൻഷൻ ആയിരിക്കണം ലൈഫ്. പ്രമേഹത്തെക്കുറിച്ച് നല്ലൊരു ക്ലാസ് വേണം നമുക്ക്. എന്താണ് പ്രമേഹം, അതെങ്ങനെ ഉണ്ടാകുന്നു? മഅദനി ഷിഫ എന്ന് പറഞ്ഞിട്ട് കിതാബ് എഴുതിയ നാടാണ് ഇന്ത്യ. ഔറംഗസീബ് ചക്രവർത്തി സൂഫി ആവാൻ കാരണം അദ്ദേഹത്തിന്റെ പ്രമേഹ രോഗം ഒരു ഹസ്രത്ത് ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ ചികിത്സിച്ച് ഭേദമായത്. ആ ചികിത്സ കാരണമാണ് അദ്ദേഹം സൂഫി ജീവിതം തുടങ്ങിയത്, പ്രമേഹ രോഗം മാറിയതുകൊണ്ട്. നമ്മൾ കൊടുത്തുകൊണ്ട് ഇനിയിപ്പം നിർത്താണ്.
ഞാൻ അതിനിടയിൽ ഷുഗറിൻ്റെത് പറഞ്ഞില്ലല്ലേ. ഷുഗറിന് പ്രശ്നം എന്ന് പറയുന്നത് വിശക്കാതെ ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിന് മേൽ ഭക്ഷണം കഴിക്കുക, ബേക്കിംഗ് പൗഡറുകൾ ചേർത്ത ഫുഡ് കഴിക്കുക, പിന്നെ മൈദയുടെ ഉപയോഗം കൂടുക, ഇതൊക്കെയാണ്. പിന്നെ ഇലക്കറികളും പിന്നെ വെജിറ്റബിൾസും കുറേ, ഇങ്ങനെയൊക്കെയാണ് ഷുഗർ. കാരണം പാൻക്രിയാസ് എന്ന് പറഞ്ഞ ചെറിയ അവയവമാണ്. അപ്പോൾ അതിന് സ്വന്തമായി തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറയലോ ഇല്ലാണ്ടാവലോ ആണ് ഷുഗർ, ടൈപ്പ് 1 ടൈപ്പ് 2. അപ്പോൾ അത് വേറെ തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ മധുരം കഴിക്കൽ കൊണ്ട് ഷുഗർ കൂടില്ല. ഇപ്പോൾ പ്രമേഹ രോഗത്തിന് ഇഖ്ലാസ് എന്ന് പറയുന്ന ഒരു ഇനം ഈത്തപ്പഴമുണ്ട്. ഈത്തപ്പഴം ഒരുപാടുണ്ടല്ലോ. മബ്രൂം, സഫാവി, മറിയം, അംബർ, കുറേ ഇനം ഈത്തപ്പഴമുണ്ട്. അതിൽപ്പെടുന്നൊരു ഈത്തപ്പഴമാണ് ഇഖ്ലാസ്, ഖലാസ് എന്നൊക്കെയാണ് അറബികൾ പറയുക. ഇഖ്ലാസ് എന്നാണ് അതിൻ്റെ പേര്. കുറച്ച് വൈറ്റ്, ഒരു ഐവറി കളറാണ് അതിൻ്റെ തൊലി വരുന്നത്. ഈത്തപ്പഴം കുറേ കണ്ടിട്ടില്ലേ നിങ്ങൾ? സുഖായി, അങ്ങനെ കുറേ സുക്കരി എല്ലാം കണ്ടില്ലേ? അറബ് നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട സുക്കരിയാണ്. അങ്ങനെ ഒരുപാട് ഈത്തപ്പഴങ്ങളുണ്ട്. തേനും ഒരുപാട് ഇനമുണ്ട്. അപ്പം ഈത്തപ്പഴം ഷുഗർ രോഗികൾക്ക് കഴിക്കാം. ഇപ്പം കരിമ്പ് ഷുഗർ രോഗികൾക്ക് കഴിക്കാം, അതിൻ്റെ പച്ചത്തൊലി കളയാതെയാണെങ്കിൽ. നമ്മൾ പുറത്തെ ആ ഒരുള്ള തൊലി കളയാതെയാണെങ്കിൽ ഷുഗർ രോഗികൾക്ക് കരിമ്പ് കഴിക്കാമല്ലോ. അപ്പോൾ മധുരമല്ല പ്രശ്നം, ഭക്ഷണത്തിൻ്റെ ആധിക്യം, അമിതമാവലാണ് പ്രശ്നം. ഭക്ഷണത്തിൻ്റെ അളവ് കൂടലും സമയം തെറ്റലും പിന്നെ ഈ പറഞ്ഞ ബേക്കിംഗ് ഫുഡുകളും ആർട്ടിഫിഷ്യലായിട്ടുള്ള മധുരം, ഇതൊക്കെയാണ് ഷുഗർ രോഗികൾക്ക് പ്രശ്നം. പിന്നെ അളവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വേണം പിന്നെ നമുക്ക് പഠിക്കാതെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ചോദ്യം. ഞാൻ എന്താ പറഞ്ഞത്? ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളിപ്പോൾ വളരെ പ്രധാനം. അത്താഴം നമ്മളെ പരിശീലിപ്പിച്ച് തന്നെ സത്യത്തിൽ ഈ പ്രഭാത ഭക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസിയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്താക്കുക, അത് പഴമാക്കുക. പ്രഭാത ഭക്ഷണം അല്ല, 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം ഭക്ഷണം ശരീരത്തിൽ വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. വായുവിനും ഏറ്റവും ശരിയായ ഗുണം നമ്മുടെ ശരീരത്തിൽ തരാൻ പറ്റുന്നത് ആ സമയത്താണ്. വെള്ളത്തിനും ഏറ്റവും ശരിയായ ഗുണം തരാൻ പറ്റുന്നത് ആ സമയത്താണ്. അതിൻ്റെയൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഭൂമിശാസ്ത്രപരമായും ഗോളശാസ്ത്രപരമായും കുറേ രഹസ്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ ആരോഗ്യപരമായിട്ട്. നമുക്ക് ടൈം കഴിഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പം നിങ്ങൾ പ്രഭാത ഭക്ഷണം ഒന്ന് പരിശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈത്തപ്പഴം, നേന്ത്രപ്പഴം ഉപയോഗപ്പെടുത്തുക. പിന്നെ രാവിലെ നാസ്ത കഴിക്കുന്ന 8 മണിക്ക് മുമ്പ് നാസ്ത കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ ഒരു 5 ഒലീവ് കായ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അതൊക്കെ ഇവിടുത്തെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇത്രയും ഇലക്കറികളുള്ള നാടാണ്, വളരെ ഉപകാരപ്പെടും. കിഡ്നി ഫെയിലർ ആവാതിരിക്കാനൊക്കെ ഇലക്കറി ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾ മനസ്സിലാക്കി, കിഡ്നി ഇല്ലേ, ഇപ്പോൾ വേവിച്ച് കഴിക്കുന്ന ഇനങ്ങളുണ്ട്, പച്ചക്ക് കഴിക്കുന്ന ഇനങ്ങളുണ്ട്. എങ്ങനെ കഴിച്ചാലും വെജിറ്റബിൾസ് ശരീരത്തിന് വലിയ ഗുണം ചെയ്യും. അതിൽ പ്രത്യേകിച്ച് ചുരങ്ങ, നിങ്ങൾ മാംസം വേവിക്കുമ്പോൾ, പ്രത്യേകിച്ചും അറബ് നാടാണ്, ചൂടുള്ള രാജ്യമാണ്, ചൂടുള്ള കാലാവസ്ഥയിൽ മാംസം മാത്രം കഴിക്കരുത്. അതിൽ ചുരങ്ങയോ വെള്ളരിയോ ചേർത്ത് മാത്രമേ വേവിക്കാവൂ. ഐഷ ബീബി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചൊരു കാര്യത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങാടിയിൽ നിന്ന് ആടിൻ്റെ മാംസം കൊണ്ടുവരുമ്പോൾ ചുരങ്ങ കൂടി കൊണ്ടുവരും, മനസ്സിലാക്കണം. എന്നിട്ട് കറി വെച്ചിട്ട് നബി ഇങ്ങനെ വിരലിട്ടിട്ട് കറിയിൽ ഇങ്ങനെ തപ്പി നോക്കും ചുരങ്ങൻ്റെ കഷ്ണം. അത് ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ് അതിൻ്റെ പ്രാധാന്യം. കാരണം നമ്മുടെ നാഡികൾക്ക് ഭയങ്കര ശക്തി നൽകുന്ന ഒരു പച്ചക്കറിയാണ് ഇത്, ഈ ചെരങ്ങ എന്ന് പറയുന്നവരുണ്ട്, ചുരങ്ങ എന്ന് പറയുന്നവരുണ്ട്, അല്ലേ? എന്താ വെറുതെ പറയും ഇവിടെ? യെസ്, അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ഉപയോഗപ്പെടുത്തും. നമുക്ക് ഇതെല്ലാം പറഞ്ഞൊന്നും തീരൂല. പിന്നെ അതെ, അവരൊരു പാരമ്പര്യമായിട്ട് അങ്ങനെ കിട്ടിയതായിരിക്കും. ഓരോ നാട്ടിലെയും കറികൾ അവരുടെ പാരമ്പര്യമാണല്ലോ. പിന്നെ ഓവൻ്റെ ചോദിച്ചല്ലോ, ഓവൻ എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച വസ്തുവാണ്. നമ്മൾ പറ്റുന്നതും ഒഴിവാക്കുന്നതല്ല നല്ലത്. കഴിക്കാം, നിങ്ങൾക്ക് അത് കഴിക്കാം. പച്ചക്കറി വിശപ്പുണ്ടെങ്കിൽ കഴിക്കാം. ഉച്ചഭക്ഷണം എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ നോമ്പിന് നമ്മൾ പരിശീലിച്ചില്ലേ, രാവിലെ കഴിച്ച് രാത്രിക്ക്. ആ ഒരു മെത്തേഡ് കുറച്ച് ദിവസം കൂടി തുടർന്ന് നോക്കിയാൽ നമ്മൾ ശീലമായി കിട്ടി, നമ്മൾ രക്ഷപ്പെട്ടില്ലേ? രാവിലെ കഴിച്ച് രാത്രി കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾ തുടർന്ന് നോക്ക്. നിങ്ങൾ എനർജറ്റിക് ആയിരിക്കും, നിങ്ങൾ ഹെൽത്തി ആയിരിക്കും, ആയുസ്സിൽ വർധനമുണ്ട്, ഒരുപാട് ഗുണമുണ്ട്. വിശന്നാ കഴിക്കാം. ഞാൻ പറയുന്നത് ഭക്ഷണമേ വേണ്ടെന്നല്ല, വിശന്നാ കഴിക്കാം. പ്രത്യേകിച്ച് അധ്യാപനം പോലത്തെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വിശപ്പ് വരും. ടീച്ചിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് രാവിലെ നാസ്തിച്ചിട്ട് രാത്രി വരെ കാത്തു നിൽക്കരുത്. അവരെ അടഭക്ഷണം കഴിക്കാൻ തന്നെ വേണം. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് എനർജി ലോസ് ആവുന്ന ജോലി ഏതാണ്? സംസാരമാണ്. അതുകൊണ്ടാണ് രോഗമുണ്ടാകുന്ന 6 കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ ഇബ്നു സീനയും ഇമാം ദഹബി റഹ്മത്തുള്ളാഹികളൊക്കെ സംസാരം രോഗം, അമിത സംസാരം രോഗം ഉണ്ടാക്കും. കാരണം സംസാരം ഏറ്റവും ആദ്യം ക്ഷീണിപ്പിക്കുന്നത് ഹാർട്ടിനെയാണ്. അപ്പം അങ്ങനെയുള്ളവർ ഉച്ചക്കൊക്കെ എന്തൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. ഓക്കെ, അപ്പം അത് പറഞ്ഞു. പിന്നെ വേറെ എന്തോ പറയാൻ വിട്ടുപോയി. അല്ല, ഭക്ഷണം രാത്രി കുറക്കുക എന്നുള്ളതല്ല, വയറ് നിറയരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ലൈറ്റ് എന്നുള്ള പ്രയോഗമല്ല. അതായത് നിങ്ങൾ വയറ് നിറയരുത് എന്നേ പ്രയോഗമുള്ളൂ. 3-1. അത് ഒരാളെ വയറിന്റെ വലിപ്പം പോലെ ഇരിക്കും.
അങ്ങനെ പറയാൻ കഴിയില്ല. കലോറി പറയാറുണ്ട് നമ്മൾ, 2500 കലോറി എന്നൊക്കെ പറയാറുണ്ട്. അത് ഒരാളെയും വയറിന്റെ വലുപ്പം അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് നമുക്കത് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ വലിയ വയറുള്ള ആളാണ്, നിങ്ങൾ ഈ ചെറിയ ഒരാൾ കഴിക്കുന്ന അളവ് മതി എനക്ക് പറ്റൂല. അപ്പം അത് അവരുടെ വയറിനനുസരിച്ചാണ്, അവരുടെ വലുപ്പത്തിനും പ്രായത്തിനും അവർ ചെയ്യുന്ന ജോലിക്കും അനുസരിച്ചിട്ട്. ഏതായാലും നിങ്ങൾ പറ്റാവുന്നതും പരമാവധി മൈക്രോവേവ് ഓവൻ ഒഴിവാക്കണം, പരമാവധി ഒഴിവാക്കണം. എന്തിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് രോഗിയാവുന്നത്? അതും പ്രശ്നമല്ലേ? ഒരിക്കൽ വെന്തു പിന്നെ തണുപ്പിലേക്ക് പോയി വീണ്ടും പോകുക എന്ന് പറയുന്നത്, അതിനിടയിൽ വരുന്ന രാസമാറ്റത്തെ കുറിച്ച് ഞാൻ ടൈം പേടിയാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയാത്തത്. രാസമാറ്റം വലിയൊരു വിഷയമല്ലേ? ഒരിക്കൽ വെന്തു പിന്നെ തണുപ്പിലേക്ക് പോയി പിന്നെയും ചൂടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന രാസമാറ്റം ഉണ്ടല്ലോ, അത് വലിയ വിഷയമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്ത, അതുകൊണ്ട് മാത്രമാണ്. സമയം ബാങ്ക് കൊടുത്തില്ലേ, ഞാൻ നിർത്തുവാണ്, അപൂർണതയിൽ നിർത്തുവാണ്. എനിക്കറിയാം, ഞാൻ പറഞ്ഞ് പൂർത്തിയായിട്ടില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് നേരത്തെ അറിയാം.